قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون والذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുള്ളത് ലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ സ്വർഗീയ ആരാമത്തിൽ പ്രവാചകന്മാരോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി അർഹമർ റഹീമിനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1500-ാം ജന്മദിനം എന്ന് കണക്കാക്കപ്പെടുന്ന ഒരു റബീഉൽ അവ്വൽ 12-ലാണ് നമ്മളുള്ളത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നമ്മുടെ കേരളത്തിലും വളരെ ഗംഭീരമായി ആ പ്രവാചകൻ്റെ ജന്മദിനാഘോഷം നടക്കുന്നുണ്ട്. എല്ലാ വർഷവും ജന്മദിനം കടന്നു വരുമ്പോൾ നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചകളും വിവാദങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യവിശ്വാസികൾ എന്നുള്ള നിലക്ക് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രവാചകന്റെ ജന്മദിനത്തിന് ഇസ്ലാമിക ദർശനത്തിൽ ഒരു റിലീജിയസ് ഇമ്പോർട്ടൻസ് അഥവാ മതപരമായ ഒരു പ്രാധാന്യം ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദീനിയായി പ്രവാചക ജന്മദിനത്തിന് ഇസ്ലാമിൽ ഒരു പ്രാധാന്യവുമില്ല. എന്നാൽ പ്രവാചക ജന്മദിനത്തിന് ഒരു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, അഥവാ ചരിത്രപരമായി പ്രസക്തമാണ് പ്രവാചകന്റെ ജന്മദിനം. ഇത് രണ്ടും നമ്മൾ രണ്ടായി തന്നെ മനസ്സിലാക്കണം. മതപരമായി പ്രാധാന്യമില്ല, ദീനീപരമായി പ്രാധാന്യമില്ല എന്ന് നമ്മൾ പറയാനുള്ള കാരണം, അള്ളാഹുവിൻ്റെ ദീനിൽ പ്രവാചകന്റെ ജന്മദിനം ഒരു വിശേഷ ദിനമായി എവിടെയും എണ്ണപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. എവിടെയും എണ്ണപ്പെട്ടിട്ടില്ല. റബീഉൽ അവ്വൽ 12 അല്ലെങ്കിൽ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസത്തിന്, ഇസ്ലാമിൽ പല ദിവസത്തിനും പ്രാധാന്യം ഉള്ളത് നമുക്ക് ഖുർആനിലും കാണാം, ഹദീസ് ശരീഫിലും കാണാം. അങ്ങനെ കാണുമായിരിക്കെ തന്നെ പ്രവാചകന്റെ ജന്മദിനത്തിന് ഒരു വിശേഷണം നൽകുന്നത് അല്ലെങ്കിൽ ഒരു സവിശേഷമായതാണത് എന്ന് പരിചയപ്പെടുത്തുന്ന ഒന്നും നമുക്ക് കാണുക സാധ്യമല്ല. സാധ്യമാണ് എന്ന് ഇത് നടത്തുന്നവർ പോലും അവകാശപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മളെക്കാൾ ഏറെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ആസ്വദിക്കുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്ത 4 ഖലീഫമാർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു, ഇവരാണ് പ്രവാചകന്റെ ഏറ്റവും അടുത്ത അനുചരന്മാർ എന്ന് ചരിത്രത്തിൽ അറിയുന്നത്. ഇവർ 4 പേരും ഭരണാധികാരികളുമായിരുന്നു എന്നതാണ് ഇവരുടെ ഒരു പ്രത്യേകത. ഇവർ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഖജനാവിൽ നിന്ന്, ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ, ഖജനാവിൽ നിന്ന് പണമെടുത്തുകൊണ്ട് നബിദിനം കെങ്കേമമാക്കാൻ കഴിയുമായിരുന്നിട്ടും ഈ 4 പേരും അവരുടെ ഭരണകാലത്ത് ഒരിക്കൽ പോലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം ഗംഭീരമായി നടത്തിയത് നമുക്ക് കാണാൻ കഴിയില്ല. നടത്തിയിട്ടുണ്ട് എന്ന് ഇപ്പോൾ കെങ്കേമമായി നടത്തുന്നവരും പറയുന്നില്ല. ഇങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടത്തി, പിന്നെ ഉമർ നടത്തി എന്നൊന്നും ഒരു ചരിത്ര വസ്തുതകളും ഉദ്ധരിച്ച് പറയുന്നില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മൾ ഇതിന് ദീനിയായ പ്രാധാന്യമില്ല എന്ന് പറയുമ്പോൾ
അല്ലെങ്കിൽ ചരിത്രപരമായ പ്രാധാന്യമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, ചിലരല്ല, ഈ അടുത്ത ദിവസം തന്നെ കേരളത്തിലെ ഖുർആൻ ശാസ്ത്ര പണ്ഡിതൻ എന്ന് പറയുന്ന പണ്ഡിതൻ ചോദിച്ച ഒരു ചോദ്യം, ഇവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആഘോഷിച്ചിട്ടില്ല നബിദിനം എന്നാണ് ചിലർ പറയുന്നത്. മൂപ്പര് പറയുന്നത് ഇങ്ങനെയാണ്, ചിലർ പറയുന്നത് നബി തിരുമേനി സ്വല്ലല്ലാഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ ജന്മദിനാഘോഷം നടത്തിയിട്ടില്ല എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദിക്കാനുള്ളത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ 1-ാം വാർഷികം ആഘോഷിച്ചിട്ടുണ്ടോ? ഇസ്ലാമിന്റെ 12-ാം വാർഷികം ആഘോഷിച്ചിട്ടുണ്ടോ? ഇസ്ലാമിന്റെ 25-ാം വാർഷികം ആഘോഷിച്ചിട്ടുണ്ടോ? കടൽ തീരമില്ലാഞ്ഞിട്ട് അദ്ദേഹം ജിദ്ദയിലേക്ക് പോയോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെന്തിനാണ് ഇവിടുത്തെ മുജാഹിദ് സംഘടന, മൂപ്പര് അതിനകത്ത് ചോദിക്കുന്ന അങ്ങനെ തന്നെയാണ്, ഇവിടുത്തെ മുജാഹിദ് സംഘടന എന്തിനാണ് അവരുടെ വാർഷികം ആഘോഷിക്കുന്നത്, സംഘടനാ വാർഷികം ആഘോഷിക്കുന്നത് എന്തിനാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ 1-ാം വാർഷികം ആഘോഷിച്ചിട്ടുണ്ടോ? ഇസ്ലാമിന്റെ 12-ാം വാർഷികം ആഘോഷിച്ചിട്ടുണ്ടോ? 25-ാം വാർഷികം ആഘോഷിച്ചിട്ടുണ്ടോ? കടൽ തീരമില്ലാഞ്ഞിട്ട് ജിദ്ദയിലേക്ക് പോയിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ നബിദിനാഘോഷത്തെയും സംഘടനയുടെ വാർഷികാഘോഷത്തെയും തമ്മിൽ കൂട്ടിക്കെട്ടി കൺഫ്യൂഷൻ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ കേൾവിക്കാരന് തോന്നും ഇത് ശരിയല്ലേ എന്ന്. നബിദിനം ആഘോഷിക്കാൻ പാടില്ല, പക്ഷേ സംഘടനയുടെ വാർഷികം ആഘോഷിക്കാം. അതിവിടെ എല്ലാ സംഘടനക്കാരും ചെയ്യാറുണ്ട്. സമസ്ത ചെയ്യാറുണ്ട്, മുജാഹിദ് പ്രസ്ഥാനം ചെയ്യാറുണ്ട്, ജമാഅത്തെ ഇസ്ലാമി ചെയ്യാറുണ്ട്, ഇവരൊക്കെ ചെയ്യാറുണ്ട്, വാർഷികങ്ങൾ ആഘോഷിക്കാറുണ്ട്. ഇപ്പോൾ സമസ്ത തന്നെ 100-ാം വാർഷികം ആഘോഷിക്കുകയാണ്. കേരള നേതൃത്വത്തിൽ മുജാഹിദിനും വാർഷികം ആഘോഷിക്കുന്നുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയും അത് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ആഘോഷിക്കാമോ എന്നാണ് ചോദിക്കുന്നത്. ചോദ്യം കേട്ടാൽ നമുക്ക് ശരിയല്ലേ എന്ന് തോന്നും. ഇവിടെ വച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത്, ഒരു സംഗതിയുടെ ദീനിയായ പ്രാധാന്യം എന്ന് പറയുന്നതും അതിന് ചരിത്രപരമായ പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഇവിടെ വച്ചിട്ടാണ്. ആ വ്യത്യാസം തിരിയാത്തത് കൊണ്ടാണ് ഈ മുസ്ലിയാർ ഇങ്ങനെ പറയുന്നത്. ഇതിന് ദീനിയായ പ്രാധാന്യം എന്ന് പറയുന്നതും ചരിത്രപരമായ പ്രാധാന്യം എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. ദീനിയായ പ്രാധാന്യത്തോടു കൂടിയാണ് കേരളത്തിൽ ഇന്നിത് ആഘോഷിക്കുന്നവരിൽ ബഹുഭൂരിഭാഗവും ആഘോഷിക്കുന്നത് ഇതിന് ദീനിയായൊരു പ്രാധാന്യമുണ്ട് എന്ന വിചാരത്താലും വികാരത്താലുമാണ്. അതുകൊണ്ടാണ് റബീഉൽ അവ്വൽ 12-ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 97-ാം അധ്യായത്തിൽ വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, വിശുദ്ധ ഖുർആൻ അവതരിച്ച രാവ് ലൈലത്തുൽ ഖദറിലാണ്, ഖദറിന്റെ രാവിലാണ് ഞാൻ ഇത് അവതരിപ്പിച്ചത്. ആ ഖദറിന്റെ രാവിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ? ആ ഖദറിന്റെ പ്രത്യേകത, ആ രാവിന്റെ പ്രത്യേകത 1000 മാസത്തേക്കാൾ പ്രാധാന്യമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞ ആ ലൈലത്തുൽ ഖദറിനേക്കാൾ പ്രാധാന്യമുണ്ട് റബീഉൽ അവ്വലിനെന്ന് ഇവർക്ക് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അത്രയും പ്രാധാന്യമുണ്ടെന്ന് ഇവർ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ്. ലൈലത്തുൽ ഖദറിനേക്കാൾ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ, ലൈലത്തുൽ ഖദറിനോളം പ്രാധാന്യം വേറെ ഒന്നിനുമില്ല. കാരണം അത്രയും പ്രസക്തമായൊരു കാര്യമാണത്. അതിനേക്കാൾ പ്രസക്തി ഉണ്ട് ഒരു സംഗതിക്കെന്ന് പറയണമെങ്കിൽ അത് ആര് പറയണം? അള്ളാഹ് പറയണം, അല്ലെങ്കിൽ റസൂല് പറയണം. ഇവരാരും പറയാത്തൊരു കാര്യം അതിനേക്കാൾ പ്രാധാന്യത്തോടുകൂടി നബിദിനത്തെ ഇവർ കാണുമ്പോൾ അതിനർത്ഥം ഇതൊരു ചരിത്രപരമായ പ്രാധാന്യത്തോടുകൂടി അല്ല ഇവർ ഇതിനെ നോക്കിക്കാണുന്നത്, മതപരമായ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് എന്ന് അതിനകത്ത് വ്യക്തമാണ്. എന്ന് മാത്രമല്ല, സമസ്തയുടെ അമരക്കാരൻ ഈ കഴിഞ്ഞ ദിവസം ആഹ്വാനം ചെയ്തൊരു സംഗതിയുണ്ട്, ആ ദിനത്തിൽ നമ്മൾ ആരാധനകൾ വർദ്ധിപ്പിക്കണം. എന്താരാധനയാണ് റബീഉൽ അവ്വലിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചു തന്നത്? ഒരാരാധന നിശ്ചയിച്ചിട്ടില്ല ഇസ്ലാമിൽ. എന്നിട്ടും ആരാധനകൾ വർദ്ധിപ്പിക്കണമെന്ന് പറയുമ്പോൾ അതിനർത്ഥം ഇതിന് ചരിത്രപരമായ പ്രാധാന്യത്തോടുകൂടി അല്ല ഇവർ ഇതിനെ നോക്കിക്കാണുന്നത്, മറിച്ച് മതപരമായ പ്രാധാന്യത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത് എന്നാണ്. ഈ ചരിത്രപരമായി മതപരമായ പ്രാധാന്യത്തോടു കൂടിയാണ് ഇതിനെ നോക്കിക്കാണുന്നത് എന്ന് പറയുന്നതിന് വേറെയും തെളിവുകളുണ്ട്. ഇപ്പോൾ എൻ്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ അതിനകത്തേക്ക് കൂടുതൽ പോകുന്നില്ല. ചരിത്രപരമായി ഇതിന് പ്രാധാന്യമുണ്ടെന്ന് പറയാനുള്ള പ്രധാന കാരണം അള്ളാഹുവിൻ്റെ ദീനും ഇസ്ലാമും പരിശുദ്ധ ഇസ്ലാം ദീനും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അങ്ങേയറ്റം വിമർശിക്കപ്പെടുകയും തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭത്തിൽ ആ പ്രവാചകന്റെ വ്യക്തിത്വത്തെ, പേഴ്സണാലിറ്റിയെ, ആ പ്രവാചകന്റെ ജീവിതത്തെ, ആ പ്രവാചകന്റെ ബിഹേവിയറലായിട്ടുള്ള
ആ ഒരു വ്യതിരക്തതയെ ലോകത്തിനു മുമ്പിൽ സമർപ്പിക്കാൻ പറ്റുന്ന ഒരു സന്ദർഭമാണ് ആ പ്രവാചകന്റെ ജന്മദിനം എന്ന് പറയുന്നത്. അത് അപ്പോൾ മാത്രമേ പറ്റുള്ളൂ എന്ന് ചോദിച്ചല്ല. അപ്പോൾ അതിനൊരു സ്വാഭാവികമായിട്ടും ആരുടെ ശ്രദ്ധയിലും വരാവുന്നൊരു സംഗതിയാണ്. അതിൻ്റെ പേരിൽ നമുക്കത് പറയാവുന്നതുമാണ്. അതാണ് അതിൻ്റെ ചരിത്രപരമായ പ്രസക്തി എന്ന് പറയുന്നത്. ആ ചരിത്രപരമായ പ്രസക്തിയെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, തള്ളി പറയാൻ പാടില്ല. നമ്മൾ ഇതിൻ്റെ ഒക്കെ കൂടി കിടന്ന് കൂട്ടിക്കുഴച്ച് ഇത് മൊത്തം അങ്ങോട്ട് അവഗണിക്കേണ്ടതാണ് എന്ന ഒരു സമീപന രീതി ഒരിക്കലും പ്രസക്തമല്ല. അങ്ങനെ നമ്മൾ സമീപന രീതി സ്വീകരിച്ചാൽ വേറെയും പല ചോദ്യങ്ങൾ നമ്മുടെ നേരെ നീളും എന്നത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഞാനിപ്പോൾ അതിലേക്ക് പോവുകയല്ല. അപ്പം അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ ദീനീപരമായ പ്രസക്തിയുമുണ്ട്, ജന്മദിനത്തിൻ്റെ പ്രസക്തിയുമുണ്ട്. പ്രവാചക ജന്മദിനത്തിന് ചരിത്രപരമായ പ്രസക്തിയുമുണ്ട്. ചരിത്രപരമായ പ്രസക്തിയെ നമ്മൾ അംഗീകരിച്ചേ മതിയാകുള്ളൂ. ദീനീപരമായി ജന്മദിനത്തിനൊരു പ്രാധാന്യവും ഇസ്ലാമിലില്ല. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 1500 ജന്മദിനമാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ ആണെന്നാണ് പറയുന്നത്, കണക്കാക്കപ്പെടുന്നത്. ഈ പ്രവാചകൻ ജനിച്ചിട്ട് 1500 കൊല്ലം പിന്നിടുമ്പോഴും ആ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ വ്യക്തിത്വത്തെ അർഹിക്കുന്ന നിലപാടിൽ നോക്കിക്കാണാൻ മുസ്ലിം സമുദായത്തിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. പ്രവാചകൻ എന്ന് പറയുന്ന ആ മഹാനുഭാവനുണ്ടല്ലോ, ആ ഗ്ലോബൽ ഗുരു ഉണ്ടല്ലോ, അദ്ദേഹത്തിനെ യഥാർത്ഥ നിലപാടിൽ നോക്കിക്കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മൾ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് വേറെ ചില ചിത്രങ്ങളാണ്. ഒന്നാമത്തെ ചിത്രം ഒരു കുറേ ആരാധനകളുടെ യൂണിഫോം അണിഞ്ഞു നിൽക്കുന്ന ഒരാൾ രൂപമാണ് നമ്മുടെ മുമ്പിൽ പ്രവാചകൻ എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത്. താടി വച്ച, തലയിൽ കെട്ടിയ, നെരിയാണിക്ക് മുകളിൽ മുണ്ടുടുത്ത, ആരാധനകളുടെ ഒരു യൂണിഫോം ഇട്ട ഒരു ആൾ രൂപമാണ് നമ്മുടെ മുമ്പിലേക്ക് തെളിഞ്ഞു വരുന്നത്. അഥവാ നമ്മുടെ മുമ്പിൽ ഒരു മുസ്ലിയാരുടെ ചിത്രമാണ് വരുന്നത്. സാധാരണ ഒരു മുസ്ലിയാരല്ലെങ്കിലും കുറച്ചുകൂടി ഗ്രേഡ് കൂടിയ ഒരു മുസ്ലിയാരുടെ ചിത്രമാണ് നമ്മുടെ മുമ്പിലേക്ക് പ്രവാചകൻ എന്ന് കേൾക്കുമ്പോൾ പ്രധാനവുമായിട്ട് വരുന്നത്. കുറച്ചുകൂടി ഉയർന്ന ഒരു മൗലവിയായിട്ടാണ്, അല്ലെങ്കിൽ പിന്നെ ഒരു കമറുലുലമയായിട്ടോ അല്ലെങ്കിൽ ഒരു ഷംസുലുലമയ ഒക്കെ ആയിട്ടാണ് നമ്മുടെ മുൻപിൽ തെളിയുന്ന ചിത്രം എന്ന് പറയുന്നത്. കുറച്ചുകൂടി പറഞ്ഞാൽ ഒരു ഗ്രാൻഡ് മുഫ്തി ആയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. കാരണം നമ്മൾ അങ്ങനെ മനസ്സിലാക്കിപ്പിച്ചിട്ടുള്ളത്, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അത്തരം കാര്യങ്ങളിലാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അതൊരു ഒരു ചിത്രം അതാണ്. മറ്റൊരു ചിത്രം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വിഷമങ്ങളൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പറ്റുന്ന, നമ്മുടെ പ്രയാസങ്ങളൊക്കെ പറയാൻ പറ്റുന്ന, അങ്ങനെ ആ പ്രയാസങ്ങൾക്ക് പരിഹാരം പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു മക്ബറ വാസിയായിട്ടാണ് നമ്മുടെ മുമ്പിൽ പ്രവാചകൻ നിൽക്കുന്നത്. രണ്ടാമത്തെ മാനം അതാണ്. നമുക്ക് കാര്യങ്ങളൊക്കെ പറയാൻ അവതരിപ്പിക്കാൻ പറ്റുന്ന, നമ്മുടെ വേദനകളും വിഷമങ്ങളും ഒക്കെ പറഞ്ഞ് അതിന് ഉത്തരം തേടാനും അതിന് പരിഹാരം ഉണ്ടാക്കാനും പറ്റുന്ന ഒരു മക്ബറവാസി, ഒരു മക്ബറയിൽ 1500 കൊല്ലമായിട്ട് കിടന്ന് ഉറങ്ങുന്ന ഒരു മനുഷ്യനാണ് നമ്മുടെ മുമ്പിലുള്ളത്. മൂന്നാമത്തെ മാനം എന്താണെന്ന് ചോദിച്ചാൽ, മൂന്നാമത്തെ മാനം 1400 വർഷമായി പിന്നിട്ടിട്ടും 1500 വർഷം പിന്നിട്ടിട്ടും തലയിലെ മുടി ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ തലമുടി വളർന്നുകൊണ്ടിരിക്കുന്ന, കത്താത്ത തലമുടിയുള്ള, അതിലെല്ലാം ഉപരിയായിട്ട് മലവും മൂത്രവും ഒക്കെ പരിശുദ്ധമായ, സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും വെട്ടത്ത് നിന്നാൽ നിഴലില്ലാതിരുന്ന ഒരു അമാനുഷനായിട്ടാണ് നമ്മുടെ മുമ്പിൽ പ്രവാചകൻ അവതരിപ്പിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, നമ്മളൊന്ന് ചിന്തിക്കണം. മലവും മൂത്രമൊക്കെ പരിശുദ്ധമാണെന്നാണ് പറയുന്നത്. മുടി കത്തൂല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ അത് കത്തിച്ചു നോക്കിയാൽ കാര്യങ്ങൾ പെട്ടെന്ന് എളുപ്പം എല്ലാവർക്കും മനസ്സിലാകും. നമ്മുടെ ആരെങ്കിലും കയ്യിൽ കത്താത്ത ഒരു മുടി ഉണ്ടെങ്കിൽ ആ മുടിയുടെ ഉടമസ്ഥൻ മുടിയുടെ ഉടമസ്ഥൻ സാധാരണ ഒരു മനുഷ്യനൊന്നും അല്ല എന്ന് തെളിയാൻ അത് മാത്രം പോരെ. അപ്പൊ അതൊന്ന് കത്തിച്ചു നോക്കിയ പ്രശ്നം തീരൂലേ? കത്തൂലാന്ന് ഇതിന്റെ ആളുകൾക്ക് ഉറപ്പുണ്ടല്ലോ. പക്ഷെ അപ്പൊ അടുത്ത കിതാബ് എടുക്കും, കത്തിക്കൽ ഹറാമാണെന്ന് പറഞ്ഞാൽ കിതാബ് എടുക്കും. അപ്പൊ പ്രശ്നം തീർന്നല്ലോ. പിന്നെ ആരും കത്തിക്കണമെന്ന് പറയൂലല്ലോ. ഒന്നാമതിൽ കിതാബ് ഇങ്ങനെ കൊട്ടക്കണക്കിന് ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാത്തിനും രക്ഷപ്പെടാൻ പറ്റും. കാരണം ഏതെങ്കിലുമൊക്കെ ഒരു കിതാബിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഈ ഒരു രീതിയാണിപ്പോൾ ഈ പാവപ്പെട്ട ജനതയെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ എടുത്ത് ഉപയോഗിക്കുന്നത്. പാവപ്പെട്ട ജനതയാകട്ടെ, ഞങ്ങൾക്ക് ഇതൊന്നും പഠിക്കാനൊന്നും സമയമില്ല, നമ്മൾ പടു ജാഹിലാണെന്ന് വിചാരിച്ച് നമ്മൾ നടക്കും. അന്ന് 10 കാശ് കിട്ടുന്ന കാര്യം പറഞ്ഞ സമുദായത്തിന് നന്നായി പഠിക്കാനും അറിയാം, അന്വേഷിക്കാനും അറിയാം, പരിശോധിക്കാനും അറിയാം. കാശുണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ഈ കോലത്തിലൊക്കെ ആയിപ്പോയത്. അപ്പം ഇങ്ങനെയുള്ള 3 മാനങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒരു മുസ്ലിയാരോ ഒരു ഗ്രാൻഡ് മുഫ്തിയുടെ ചിത്രം, മറ്റൊന്നൊരു മക്ബറവാസിയുടെ ചിത്രം, വേറൊന്നൊരു അമാനുഷന്റെ ചിത്രം. യഥാർത്ഥത്തിൽ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹത്തിന്റെ മെറിറ്റിൽ നോക്കിക്കാണാൻ
നമ്മുടെ സമുദായത്തിന് കഴിയുന്നില്ല എന്നതാണ് ഖേദകരമായിട്ടുള്ളൊരു സംഗതി. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇസ്ലാം യഥാർത്ഥത്തിൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാവണം. ഇസ്ലാം എന്താണെന്ന് മനസ്സിലായാലാണ് അത് സമൂഹത്തിന് മുമ്പിൽ സമർപ്പിച്ച പ്രവാചകൻ ആരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു കുറേ അനുഷ്ഠാന കർമ്മങ്ങളുമായി വന്ന് ഒരു കുറേ നല്ല ധർമ്മബോധമുള്ള മനുഷ്യരെ ഉണ്ടാക്കി സ്വർഗത്തിലേക്ക് കയറ്റിയേക്കാൻ വന്ന ഒരു സാധു മതമല്ല ഇസ്ലാം. അത് തന്നെ ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു കുറേ നല്ല മനുഷ്യന്മാരെ ഉണ്ടാക്കി അവരെ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടി വന്ന ഒരു മതമല്ല. അതിനപ്പുറം നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ നീതിയിൽ അധിഷ്ഠിതമായ, സുരക്ഷിതത്വത്തിൽ അധിഷ്ഠിതമായ, സുഭിക്ഷതയിൽ അധിഷ്ഠിതമായ, നിർഭയത്വമുള്ള ഒരു സാമൂഹിക ക്രമം സൃഷ്ടിച്ച് ഈ ലോകത്ത് ശാന്തിയോടെയും സമാധാനത്തോടെയുമുള്ള ജീവിതം മനുഷ്യർക്ക് സമ്മാനിച്ച് നാളെ പരലോകത്ത് അർഹരായവർക്ക് സ്വർഗം ലഭിക്കാൻ അള്ളാഹു നിയോഗിച്ച ഒരു ദൈവിക വ്യവസ്ഥയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാമിനെ അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഒരു സാധു മതമായിട്ട് മനസ്സിലാക്കരുത്. ഒരു സാമൂഹ്യ ക്രമം. ആ സാമൂഹ്യ ക്രമത്തിന്റെ പ്രത്യേകത എന്താ? നിർഭയത്വം, സുഭിക്ഷത, സുരക്ഷിതത്വം, നീതി പുലരുന്ന ഒരു സാമൂഹ്യ ക്രമം, ഒരു സോഷ്യൽ ഓർഡർ. ഈ ഒരു സോഷ്യൽ ഓർഡർ ഉണ്ടാക്കി ഈ ലോകത്ത് മനുഷ്യർക്ക് ശാന്തിയും സമാധാനവുമുള്ള ജീവിതം സമ്മാനിച്ച് നാളെ പരലോകത്ത് അതിൻ്റെ ഉടമസ്ഥൻ നിശ്ചയിക്കുന്ന അർഹരായ ആളുകൾക്ക് സ്വർഗവും അവൻ്റെ തൃപ്തിയും ലഭിക്കുന്ന ഒരു ദൈവിക ദർശനത്തിൻ്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ആ അർത്ഥത്തിലുള്ള ഒരു സാമൂഹ്യക്രമം സമ്പൂർണ്ണമായി സാക്ഷാത്കരിക്കാൻ വന്ന ഒരു വിപ്ലവകാരിയാണ് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുസ്ലിയാരോ ഒരു ഗ്രാൻഡ് മുഫ്തിയോ ഒന്നുമല്ല. ആ സമ്പൂർണമായ സാക്ഷാത്കാരത്തിനാണ് അള്ളാഹുവിന്റെ റസൂൽ ഇവിടെ വന്നത് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ പ്രിസൈസ് ആയിട്ട് പറയുന്നത് നമ്മൾ കാണണം. 61-ാം അധ്യായം 8-9 സൂക്തങ്ങളിൽ യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. വിശുദ്ധ ഖുർആനിൽ 3 സ്ഥലങ്ങളിൽ ആവർത്തിക്കുന്നുണ്ട് അല്ലാഹു ഈ വാചകം. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, അവർ വിചാരിക്കുന്നു അല്ലാഹുവിന്റെ പ്രകാശം ഊതിക്കെടുത്തി കളയാമെന്ന്. തീർച്ചയായിട്ടും അല്ലാഹു മുതിമ്മു നൂരിഹി, അവന്റെ പ്രകാശം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. വല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്, ദീനുൽ ഹഖുമായും ഞാൻ പ്രവാചകനെ നിയോഗിച്ചത്. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്, സന്മാർഗവും ദീനുൽ ഹഖുമായിട്ട് ഞാൻ മുഹമ്മദ് നബിയെ നിയോഗിച്ചത്. ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി, സമൂഹത്തിൽ നിലനിൽക്കുന്ന മറ്റെല്ലാ ദീനിനേക്കാളും ഉപരിയായി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. വലൗ കരിഹൽ മുശ്രികൂൻ, അത് മുശ്രിക്കുകൾക്ക് എത്ര ഇറിറ്റേഷൻ ഉണ്ടാക്കിയാലും എത്ര ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കിയാലും ശരി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അങ്ങനെ ആ പ്രവാചകൻ ആ സമൂഹത്തിൽ ചെയ്ത് തീർത്തത് അതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് റസൂൽ ചെയ്തത്. അങ്ങനെ ആ 63-ാമത്തെ വയസ്സിൽ തൻ്റെ ഭാര്യ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് ആ പ്രവാചകൻ അവിടെ നിന്ന് പിരിയുമ്പോൾ ജസീറത്തുൽ അറബിൽ നീതി പുലരുന്ന, സുരക്ഷിതത്വമുള്ള, സുഭിക്ഷതയുള്ള ഒരു സാമൂഹ്യ ക്രമം സ്ഥാപിച്ചിട്ടാണ് അള്ളാഹുവിലേക്ക് ആ പ്രവാചകൻ തിരിച്ചുപോയത്. അറിയുമോ നിങ്ങൾക്ക്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ നിന്ന് താഴോട്ടിറങ്ങിയിട്ട് ഒരു ഭക്തിയുടെ പേരിലും, ഒരു ദീനിന്റെ പേരിലും, ഒരു സലാത്തിന്റെ പേരിലും, ഒരു ദിക്റിന്റെ പേരിലും, ഒരു ആത്മീയമായ ഒരു അഭിനിവേശത്തിന്റെ പേരിലും ആ ഹിറാ ഗുഹയിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ തിരിച്ച് കയറിയിട്ടില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അവിടെ പോയിട്ടില്ല പിന്നെ പ്രവാചകൻ. അവിടെ പോയി ആ ധ്യാനനിമഗ്നനായി ഒരിക്കലേ പ്രവാചകൻ ഇരുന്നിട്ടുള്ളൂ. അപ്പോഴാണ് പ്രവാചകത്വത്തിന്റെ ആ സമ്മാനം പ്രവാചകന് ലഭിച്ചത്. തിരിച്ചിറങ്ങിയിട്ട് പ്രവാചകൻ ആളുകൾക്കിടയിലാണ് ജീവിച്ചത്. നമ്മൾ ഇന്ന് അവതരിപ്പിക്കുന്ന പോലെ ഏതെങ്കിലും പള്ളിമൂലയിൽ ഇരുന്ന ഒരു മനുഷ്യനല്ല. ഈ പറയുന്ന പ്രവാചകൻ അങ്ങനെ പള്ളിമൂലയിൽ ഒതുങ്ങിയിരിക്കാൻ പറ്റില്ല. ഈ പ്രവാചകനെ നമ്മൾ ഇന്ന് അവതരിപ്പിക്കുന്ന പോലെ ഒരു കാര്യവും കൂടി വ്യക്തമായി ഞാൻ പറയുകയാണ്. ഇന്ന് നമ്മൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുറേ ആരാധനകളുണ്ടല്ലോ, അത്യാവശ്യത്തിനുള്ള ആരാധനകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, അള്ളാഹുവിന്റെ റസൂലും പഠിപ്പിച്ച ആരാധനകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. മറിച്ച് അതിനപ്പുറത്ത് നമ്മൾ ഒരുപാട് ആരാധനകൾ ഇവിടെ കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. ഈ ആരാധനകളും ഈ ഇവർ പറയുന്ന ദിക്ർ ഹൽക്കകളും സലാത്ത് ഹൽക്കകളും ചെയ്തിരുന്ന ഒരു പ്രവാചകന് ഈ ദൗത്യം നിർവഹിക്കാൻ അവിടെ ഒട്ടും സമയം ഉണ്ടാവില്ല. അതിനർത്ഥം പ്രവാചകൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നാണ്. പ്രവാചകൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇവർ പറയുന്ന പോലെ ഒരുപാട് ആരാധനകളും ഒരുപാട് ദിക്ർ ഹൽക്കകളും ഒരുപാട് സലാത്ത് സദസ്സുകളും ദ്വാ സമ്മേളനങ്ങളും ഒന്നും പ്രവാചകൻ നടത്തിയിട്ടില്ല. അങ്ങനെ നടത്തിയിരുന്ന ഒരു പ്രവാചകനായിരുന്നെങ്കിൽ 24 കൊല്ലം 23 കൊല്ലം കഴിയുമ്പോൾ പ്രവാചകൻ അങ്ങനെ ഒരു സാമൂഹ്യ സൃഷ്ടി അവിടെ
സാധിക്കൂല. സമയം വേണ്ടേ? പ്രവാചകന് സമയം വേണ്ടേ ഇതൊക്കെ ചെയ്യണമെങ്കിൽ? ഇതൊക്കെ നമ്മളൊന്ന് തിരിച്ചറിയണം ഇനിയെങ്കിലും. ആ പ്രവാചകന്റെ ഏറ്റവും വലിയ സുന്നത്ത് എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ആ പ്രവാചകന്റെ ഏറ്റവും വലിയ സുന്നത്ത് എന്ന് പറയുന്നത് ഈ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുക എന്നതായിരുന്നു. ആർത്തി പിടിച്ചാണ് പ്രവാചകൻ നടന്നത്. നമ്മൾ പ്രവാചകൻ അവതരിപ്പിക്കുന്ന കേട്ടാൽ പ്രവാചകൻ കിട്ടുന്ന സമയത്തെല്ലാം ദിക്റും സലാത്തും ചൊല്ലിയിരിക്കുകയായിരുന്നു എന്ന് തോന്നും. പ്രവാചകന് ഏറ്റവും വലിയ സുന്നത്ത് പോലും നിസ്കാരമല്ല. പ്രവാചകൻ ഏറ്റവും കൂടുതൽ ആവർത്തന ക്ഷമതയുള്ള ഒരു കാര്യം നമ്മുടെ ഫർദ് നിസ്കാരം പോലും അല്ല. മറിച്ച് ഫർദ് നിസ്കാരം കഴിഞ്ഞ ഉടനെ പ്രവാചകൻ സമൂഹത്തിലേക്ക് ഇറങ്ങുകയാണ്. ഈ സന്ദേശം ജനങ്ങളിൽ എത്തിക്കണം, ഈ സന്ദേശം ജനങ്ങളിൽ എത്തിക്കണം. അതിന് വല്ലാണ്ട് വേപതി പിടിച്ച് നടക്കുകയാണ്. ആ പ്രവാചകനോട് വിശുദ്ധ ഖുർആൻ തന്നെ അള്ളാഹു തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് ഞാൻ പല പ്രാവശ്യം നമ്മളിവിടെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പം ഞാൻ പറയുന്നത്, പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ള ഒരു വിപ്ലവകാരിയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള ഒരു സോഷ്യൽ ട്രാൻസ്ഫോർമേഷന് അഥവാ സാമൂഹിക പരിവർത്തനത്തിന് ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു പ്രവാചകനായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ ആ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന അജണ്ട മുസ്ലിം ഉമ്മത്തിന് കൈമോശം വന്നു പോയി. കൈമോശം വന്നു പോയി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് കൈ ഒഴിഞ്ഞുപോയി എന്ന് പറയുന്നതാണ്. നമ്മൾ കൈവിട്ട് കളഞ്ഞു എന്നതാണ്. സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ആ അജണ്ട മുസ്ലിം ഉമ്മത്ത് കൈയൊഴിഞ്ഞു. അവസാനം ഇസ്ലാമിൻ്റെ ഒരു സാമൂഹിക ക്രമം എന്ന് പറയുന്നത് നമുക്ക് തന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സംഗതിയായി മാറി. നമുക്ക് തന്നെ പറയാൻ പേടിയുള്ള ഒരു സംഗതിയായി മാറി. ഇസ്ലാമിൻ്റെ ഒരു സാമൂഹ്യ ക്രമം ഉണ്ടാവുക അല്ലെങ്കിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമുക്ക് തന്നെ പ്രശ്നമായി മാറി. നമ്മൾ തന്നെ അതിനെ മതരാഷ്ട്രവാദം എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ തള്ളിക്കളഞ്ഞു. നമ്മൾ തന്നെ പറഞ്ഞു അത് അപ്രായോഗികമാണ്. നമ്മൾ തന്നെ പറഞ്ഞു അതൊരു സ്വപ്നമാണ്. നമ്മൾ തന്നെ പറഞ്ഞു അതൊരു പാഴ്വേലയാണ്. നമ്മൾ തന്നെ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂല് തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയെടുത്ത ആ സാമൂഹ്യ ക്രമം മതരാഷ്ട്രമാണെന്ന് നമ്മൾ തന്നെ പറയാതെ പറഞ്ഞു. ഇതൊക്കെയാണ് നമ്മൾ ചെയ്തത്. നമ്മൾ പ്രവാചകന്റെ ചരിത്രം ശരിയായ ദിശയിലൂടെ നമ്മൾ പഠിക്കണം. പഠിച്ചാൽ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടും. അത് പഠിച്ചാലേ എൻ്റെ സഹോദരന്മാരെ ഖുർആനിലേക്ക് നോക്കുമ്പോൾ പല ചോദ്യത്തിനും ഉത്തരം കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഇത്രയൊക്കെ ആയത്തുകൾ എന്തിനാണെന്ന് നമുക്ക് തോന്നിപ്പോവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് എത്രത്തോളം ഇത് ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നു എന്ന് ചോദിച്ചാൽ, കേരളത്തിലെ ഒരു പുരോഗമന സംഘടനയുടെ ബഹുമാന്യനായൊരു പണ്ഡിതൻ, അദ്ദേഹം ഒരു പുസ്തകം എഴുതി, മുഹമ്മദ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അനുപമ വ്യക്തിത്വം എന്ന് പറഞ്ഞുകൊണ്ട്. ആ വ്യക്തിത്വത്തിന്റെ ആ പുസ്തകത്തിന്റെ 62-ാമത്തെ പേജിൽ അദ്ദേഹം ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചു. അദ്ദേഹം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഒരു പ്രവാചകനും മദീനയിൽ ഒരു രാഷ്ട്രനായകനുമായി ചിത്രീകരിക്കുന്നവർ മദീനയിലല്ല മക്കയിലെ പരീക്ഷണ നാളുകളിൽ തന്നെ രാഷ്ട്രത്തിന്റെ വിത്ത് നട്ടിരുന്നു എന്ന വസ്തുത മനസ്സിലാക്കുന്നില്ല. മദീനയിലല്ല, മക്കയിൽ തന്നെ അദ്ദേഹം താൻ ഉണ്ടാക്കാൻ പോകുന്ന സാമൂഹിക ക്രമത്തിന്റെ വിത്ത് നട്ടിരുന്നു, സോഷ്യൽ ഓർഡറിന്റെ വിത്ത് നട്ടിരുന്നു എന്ന വസ്തുത മനസ്സിലാക്കുന്നില്ല. നാഗരികതയല്ല, ഈ ഉലകം തന്നെ നിലനിൽക്കുന്നിടത്തോളം കാലം ഭരണവും ഭരണക്രമവും മനുഷ്യർക്ക് ആവശ്യമുള്ളതാണല്ലോ. ജീവിതത്തിന്റെ ഈ വശം കാണിക്കാതെ അദ്ദേഹം ചരമമടഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹം ജനോപകാരിയായ സമ്പൂർണ്ണ മാതൃകാ പുരുഷനാകുമായിരുന്നില്ല എന്നാണ് ആ മഹാപണ്ഡിതൻ എഴുതി വച്ചത്. കേരളത്തിൽ എഴുതി വച്ചത്. എന്നിട്ട് 2012 ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് അവർ ഇത് വെട്ടിമാറ്റി. ഒരു മനുഷ്യൻ എഴുതിയ പുസ്തകത്തിനോട് നമുക്ക് വിയോജിപ്പുണ്ടെങ്കിൽ ആ പുസ്തകം പുനഃപ്രസിദ്ധീകരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അടിയിൽ അണ്ടർനോട്ട് കൊടുക്കാം, ഈ പറഞ്ഞ വാചകത്തോട് നമുക്ക് യോജിപ്പില്ല എന്ന്. അതിനു പകരം ആ പുസ്തകത്തിലെ യോജിപ്പില്ലാത്ത ഭാഗങ്ങളൊക്കെ വെട്ടിമാറ്റി അദ്ദേഹത്തിൻ്റെ മരണശേഷം വീണ്ടും പുനഃപ്രസിദ്ധീകരിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യമായ മര്യാദയല്ല, ഇസ്ലാമികമായ മര്യാദയല്ല, ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയുന്നതല്ല. ഇന്ന് നിങ്ങൾ ആ പുസ്തകം മാർക്കറ്റിൽ ലഭ്യമാണ്. ഞാൻ ഈ പറഞ്ഞ ഭാഗം ആ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അതവിടെ ഇരിക്കട്ടെ. ആ മഹാപണ്ഡിതൻ, ആ ബഹുമാന്യനായ പണ്ഡിതൻ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത്? പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പൂർണ്ണമായ നീതി പുലരുന്ന ഒരു സാമൂഹ്യ ക്രമം സൃഷ്ടിക്കാതെ പോയിരുന്നുവെങ്കിൽ ആ പ്രവാചകൻ സമ്പൂർണ്ണ മാതൃകാ പുരുഷനാണ്. ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമിൽ ആഖിർ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ അർത്ഥത്തിൽ ഒരു സമ്പൂർണ്ണ മാതൃകാ പുരുഷനാണെന്ന് പറയാൻ കഴിയില്ലല്ലോ. കാരണം ലോകത്തിൽ നിന്ന് നിലനിൽക്കുന്നത് രാഷ്ട്രങ്ങളാണ്.
ലോകത്തിൽ നിന്ന് നിലനിൽക്കുന്ന ഭരണക്രമങ്ങളാണ്. ആ ഭരണക്രമങ്ങളാണ് ഇന്ന് മനുഷ്യന്റെ 90% കാര്യങ്ങളും നിശ്ചയിക്കുന്നതും നിർണയിക്കുന്നതും. അവിടെ പ്രവാചകൻ ഒരു മാതൃക കാണിച്ചു തന്നില്ലെങ്കിൽ പിന്നെ പ്രവാചകൻ പിന്നെ എന്തിനാ മാതൃക കാണിച്ചു തരിക? നഖം വെട്ടുന്ന കാര്യത്തിലോ, മുണ്ടുടുക്കുന്ന കാര്യത്തിലോ, താടി വയ്ക്കുന്ന കാര്യത്തിലോ? മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും നാരായ വേര് എന്ന് പറയുന്നത് ഭരണകൂടത്തിന്റെ അനീതിയാണ്, ഭരണകൂടത്തിന്റെ അക്രമമാണ്, ഭരണകൂടത്തിന്റെ നീതിയില്ലാത്ത പെരുമാറ്റമാണ്. അപ്പോ നീതിയിൽ അധിഷ്ഠിതമായ, സുരക്ഷിതത്വത്തിൽ അധിഷ്ഠിതമായ, സുഭിക്ഷതയിൽ അധിഷ്ഠിതമായ, നിർഭയത്വത്തിൽ അധിഷ്ഠിതമായ ഒരു സോഷ്യൽ ഓർഡർ ഉണ്ടാക്കി തരിക എന്ന് പറയുന്നത് മാതൃകാപരമായ ഒരു വിപ്ലവകാരിയുടെ മാതൃകാപരമായ പ്രവർത്തനമാണ്. പ്രവാചകന്റെ ഏറ്റവും മികവുറ്റ ഒരു സുന്നത്ത് എന്ന് പറയുന്നത് സമകാലീന ലോകത്ത് അതാണ്. അതൊരു വശത്ത്. മറുവശത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോ 1437 കൊല്ലം പിന്നിട്ടപ്പോ 1/2 സെന്റിമീറ്റർ വളർന്ന ഒരു മുടി എൻ്റെ കയ്യിലുണ്ടെന്ന് അതിൻ്റെ ഒരു കസ്റ്റോഡിയനായിട്ടുള്ള മൗലവി മുസ്ലിയാര് പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ സജീവമായ ചർച്ചയാണല്ലോ. 1437 കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയ ഒരു പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി എൻ്റെ കയ്യിലിരുന്ന് 1/2 സെന്റിമീറ്റർ വളർന്നു എന്നാണ് മൂപ്പര് പറയുന്നത്. അന്ന് അതേ മൂപ്പര് ഇസ്ലാമിന്റെ സാമൂഹ്യ ക്രമത്തെക്കുറിച്ച് പറയുന്നു എന്ന് കേട്ടോളൂ നിങ്ങൾ. അദ്ദേഹം ഒരു ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ഇസ്ലാമിക രാഷ്ട്രം കെട്ടിപ്പടുക്കുക എന്നത് ഒരിക്കലും പ്രായോഗികമായ കാര്യമല്ല. ഇസ്ലാമിക രാഷ്ട്രം എന്നത് വെറും സ്വപ്നം മാത്രമാണ്. അത് പൂവണിയാൻ പോകുന്ന കാര്യമേ അല്ല. പൂവണിയുകയാണെങ്കിൽ തന്നെ ആവശ്യമില്ലാത്ത ഒരു പാഴ്വേലക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഏത് കാര്യത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്? നമുക്ക് വലിയ അത്ഭുതമൊന്നും ഇതിനകത്ത് തോന്നൂല. കാരണം നമ്മൾ ആ നിലക്ക് ഇസ്ലാമിനെ നോക്കിക്കാണാത്തത് കൊണ്ട് നമുക്ക് അത്ഭുതം തോന്നൂല. മൂപ്പരെന്താ പറയുന്നത്? ഒരു ഇസ്ലാമിക സാമൂഹ്യ ക്രമം എന്ന് പറഞ്ഞാൽ ഒരു പാഴ്വേലയാണ്, അതൊരു സ്വപ്നം മാത്രമാണ്, അത് നടക്കണ കാര്യമല്ല. 1437 കൊല്ലം മുമ്പ് മരിച്ചുപോയ ഒരു മനുഷ്യന്റെ മുടി 1/2 സെന്റിമീറ്റർ വളരുമെന്നത് അപ്രായോഗികമല്ല എന്ന് മൂപ്പർക്ക് മനസ്സിലായില്ല. എപ്പോഴും അത് പുള്ളിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. 1437 കൊല്ലം മുമ്പ് മരിച്ച ഒരു മനുഷ്യന്റെ മുടി 1/2 സെന്റിമീറ്റർ പോയിട്ട് 1 മില്ലിമീറ്റർ പോലും വളരില്ല. അത് ആളുകളെ വിഡ്ഢികളാക്കുന്നതാണ്, അപ്പണി ഞാൻ ചെയ്യാൻ പാടില്ല എന്ന് മൂപ്പർക്ക് മനസ്സിലായില്ല. അത് പ്രായോഗികമായ കാര്യമല്ല. ഇത് ചോറ് ഇന്ന ആരും വിശ്വസിക്കൂല എന്ന് മൂപ്പർക്ക് തോന്നിയില്ല. മൂപ്പർക്ക് തോന്നിയെന്തെന്നാ? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പൂർണ്ണമായി സാക്ഷാത്കരിച്ച് കാണിച്ചു കൊടുത്ത, അതിനുശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാനും അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹുമാരെല്ലാം കാണിച്ചു കൊടുത്ത ഏതാണ്ട് 35 കൊല്ലം പ്രായോഗികമായി ലോകത്ത് ഒരു പ്രശ്നവുമില്ലാതെ നിലനിന്നിരുന്ന ഒരു സാമൂഹ്യ ക്രമത്തെക്കുറിച്ചാണ് മൂപ്പര് പറയുന്നത്. പ്രായോഗികമല്ല എന്ന് മാത്രമല്ല, പൂവണിയെങ്കിൽ തന്നെ അത് വെറും പാഴ്വേലക്കുള്ള പണിയാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഞാൻ പറയുന്നത്, ആ മൗലവി പറഞ്ഞ അവിടെ ഇരിക്കട്ടെ. നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നമ്മളിൽ ആരെങ്കിലും അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ, ഈ ഏതെങ്കിലും ആളുകൾ അങ്ങനെ ധരിക്കുന്നുണ്ടെങ്കിൽ, അവരെല്ലാം ഈ പാവപ്പെട്ട സമുദായത്തോട് പറയേണ്ട ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരമുണ്ട്. നമ്മൾ ചിന്തിക്കണം, നമ്മൾ ആലോചിക്കണം. ഇതൊന്നും നടപടിയാവണ കാര്യമല്ല, ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. നടന്ന തന്നെ പാഴ്വേലയാണെന്ന് പറയുന്ന ഈ ആളുകൾ പറയേണ്ട ചില ചോദ്യങ്ങൾക്ക് ഉത്തരവുണ്ട്. ഒന്നാമത് എന്താണെന്നറിയാമോ? വിശുദ്ധ ഖുർആനിന്റെ 24-ാം അധ്യായം സൂറത്തുൻ നൂർ. ആ സൂറത്തുൻ നൂർ ആരംഭിക്കുന്നത് തന്നെ എന്തു പറഞ്ഞാണ് നിങ്ങൾക്കറിയാമോ? ആ സൂറത്തുൻ നൂർ ആരംഭിക്കുന്നത് തന്നെ സൂറത്തുൻ അൻസൽനാഹാ വഫറദ്നാഹാ വഅൻസൽനാ ഫീഹാ ആയാത്തിൻ ബയ്യിനാത്തിൻ ലഅല്ലക്കും തദക്കറൂൻ. 24-ാം അധ്യായം സൂറത്തുൻ നൂർ ആരംഭിക്കുന്നത് തന്നെ സൂറത്തുൻ, ഈ സൂറത്ത്, അൻസൽനാഹാ, നമ്മളിൽ നിന്നുള്ള ഈ സൂറത്താണ്, ഫറദ്നാഹാ, നിയമങ്ങൾ കൃത്യമായി വിവരിച്ചിട്ടുള്ള, നിയമങ്ങൾ പറഞ്ഞിട്ടുള്ള സൂറത്താണിത്. വഅൻസൽനാ ഫീഹാ, അതിനകത്ത് നാം അവതരിപ്പിച്ചു. എന്തവതരിപ്പിച്ചു? ആയാത്തിൻ ബയ്യിനാത്തിൻ, സ്പഷ്ടമായ നിയമങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള, നിയമപ്രമാണങ്ങൾ തന്നിട്ടുള്ള ഒരു സൂറത്താണിത്. ഏത് സൂറത്ത്? ഈ പറയുന്ന 24-ാം സൂറത്തു നൂർ. എന്തിനു വേണ്ടി? ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നതിനു വേണ്ടി, നിങ്ങൾക്ക് പാഠം ഉൾക്കൊള്ളുന്നതിനു വേണ്ടി, നിങ്ങൾ ഉത്ബുദ്ധരാകാൻ വേണ്ടി. ആ സൂറത്തിലെ 1-ാമത്തെ ആയത്ത് ഇതാണ്. 2-ാമത്തെ ആയത്ത് എന്താണെന്ന് നിങ്ങൾക്കറിയോ? 2-ാമത്തെ ആയത്ത് ഇനി ഞാൻ പറയാൻ പോകുന്നതാണ്.
അസ്സാനിയത്തു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദത്തിൻ വലാ തഅഖുദുകും ബിഹിമാ റഅഫത്തുൻ ഫീ ദീനില്ലാഹി ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഒരു ഇസ്ലാമിലെ ഒരു പീനൽ കോഡാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. ഈ സൂറത്ത് ഞാൻ നിയമക്രമങ്ങളെല്ലാം വിശദീകരിച്ചിട്ടുള്ള ഒരു സാധനമാണ്, ഒരു സൂറത്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന് ശേഷം ഉടനെ തന്നെ പറയുന്നത് ഇസ്ലാമിക സാമൂഹ്യ ക്രമത്തിലെ ഒരു പീനൽ കോഡാണ്. ആ പീനൽ കോഡ് എന്താ? അസ്സാനിയത്തു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദത്തിൻ വലാ തഅഖുദുകും ബിഹിമാ റഅഫത്തുൻ ഫീ ദീനില്ലാഹ്. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ വ്യഭിചരിച്ച ആണിനെയും വ്യഭിചരിച്ച പെണ്ണിനെയും നിങ്ങൾ 100 അടി അടിക്കണം. ആ കാര്യത്തിൽ നിങ്ങൾ ഒരു ദയാദാക്ഷിണ്യവും അവരോട് കാണിക്കരുത്. വ്യഭിചരിച്ച ആണിനെയും പെണ്ണിനെയും 100 അടി അടിക്കണം. ആ വിഷയത്തിൽ നിങ്ങൾ ഒരു ദയാദാക്ഷിണ്യവും അവരോട് കാണിക്കരുത്. എന്താണെങ്കിൽ നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ. നമുക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഇതാര് നടപ്പാക്കേണ്ടതാണ്? ഇത് മഹല്ല് കാളി നടപ്പാക്കേണ്ടതാണോ? ഇത് സംഘടനക്കാരൻ നടപ്പാക്കേണ്ടതാണോ? ഇത് ഗ്രാൻഡ് മുഫ്തി നടപ്പാക്കേണ്ടതാണോ? അല്ലല്ലോ. ഇതാര് നടപ്പാക്കേണ്ടതാ? ഇസ്ലാമിക സാമൂഹ്യ ക്രമത്തിലെ ഭരണാധികാരി നടപ്പാക്കേണ്ടതാണ്. ഇത് സാമൂഹ്യ ക്രമം എന്ന് പറയുന്നത് പ്രായോഗികമല്ലാത്ത കാര്യമാണെങ്കിൽ, സാമൂഹ്യ ക്രമം എന്ന് പറയുന്നത് വെറും സ്വപ്നമായ കാര്യമാണെങ്കിൽ, സാമൂഹ്യ ക്രമം എന്ന് പറയുന്നത് വെറും പാഴ്വേലയാണെങ്കിൽ, എന്നെന്നും വായിക്കപ്പെടുന്ന ഗ്രന്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് ഈ പീനൽ കോഡ് ചേർത്തത്? എന്നെന്നും പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹുവിന് പറഞ്ഞുകൂടായിരുന്നോ? ഇതിന് ഈ പുരോഹിതന്മാർ മറുപടി പറയോ? ഈ പാവപ്പെട്ട ജനങ്ങളോട് ഇവർ മറുപടി പറയണം ഇതെന്തിനാണെന്നുള്ളത്. അള്ളാഹു അവന്റെ വേദഭാഗത്ത് 5-ാം അധ്യായം 32-ാം സൂക്തത്തിൽ 38-ാം സൂക്തത്തിൽ അല്ലാഹു പറയുന്നു, വസ്സാരിക്കത്തു ഫഖ്തഉ ഐദിഹുമാ. കട്ട പെണ്ണിന്റെയും കട്ട ആണിന്റെയും കൈമുറിക്കണം. ഇത് മറ്റൊരു പീനൽ കോഡാണ്. 5-ാം അധ്യായത്തിൽ പറഞ്ഞ മറ്റൊരു പീനൽ കോഡ്. ഇതാര് നിർവഹിക്കേണ്ടതാ? സംഘടനാ നേതാവ് നിർവഹിക്കേണ്ടതാണോ? മഹല്ല് കാലി നിർവഹിക്കേണ്ടതാണോ? ഗ്രാൻഡ് മുഫ്തി നിർവഹിക്കേണ്ടതാണോ? അല്ല. ഇത് ഇസ്ലാമിക സാമൂഹ്യ ക്രമത്തിലെ ഭരണാധികാരി നിർവഹിക്കേണ്ടതാണ്. ഭരണാധികാരം എന്ന് പറയുന്നത്, ഇസ്ലാമിക സാമൂഹ്യ ക്രമം എന്ന് പറയുന്നത് അപ്രായോഗികമാണെങ്കിൽ, അത് പാഴ്വേലയാണെങ്കിൽ, അത് സ്വപ്നമാണെങ്കിൽ, അത് പുറത്തു പറയാൻ പറ്റാത്ത ഒരു കാര്യമാണെങ്കിൽ, എന്തിനാണ് എന്നെന്നും വായിക്കപ്പെടുന്ന ഗ്രന്ഥത്തിൽ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് വെച്ചു? എന്തിന് ചേർത്ത് വെച്ചു? ഓതി പുണ്യം കിട്ടാൻ വേണ്ടി ചേർത്ത് വെച്ചതാണോ ഇത്? ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വിശുദ്ധ ഖുർആന്റെ 9-ാം അധ്യായം 68-ാം വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്ത് സംബന്ധമായി പറയുന്നു, ഇന്നമ സ്വദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫതി ഖുലൂബുഹും വഫി റിഖാബ്. സക്കാത്തിന്റെ അവകാശികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു ആയത്താണത്. ഇത് ആർക്കൊക്കെ അവകാശമുള്ളത്? ഇത് മിസ്കീന്, ഫുഖറായിന്. ആ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വൽ ആമിലീന അലൈഹാ. ഈ സക്കാത്തിന് വേണ്ടി പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കുള്ളതാണ് സക്കാത്തിന്റെ ഒരു വിഹിതം. ഇതിനെക്കുറിച്ച് ഇവർ നമ്മളോട് പറയാറുള്ളത് ആ ഉദ്യോഗസ്ഥന്മാര് ഇസ്ലാമിക രാഷ്ട്രത്തിലെ ഉദ്യോഗസ്ഥന്മാരാണ് എന്നാണ്. അതുകൊണ്ട് ഇവിടെ ഇസ്ലാമിക രാഷ്ട്രമല്ലാത്തത് കൊണ്ട് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രസക്തിയില്ല. അതുകൊണ്ട് നമ്മൾ സക്കാത്ത് വ്യക്തിക്ക് തന്നെ നൽകണം എന്നാണ്. നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്, ഒരിക്കലും നടക്കാത്ത കാര്യമാണിത്, പുറത്തു പറയാൻ പറ്റാത്ത കാര്യമാണിത്, അതുപോലെ തന്നെ പാഴ്വേലയായ കാര്യമാണിത്, സ്വപ്നമായ കാര്യമാണിത്, പ്രായോഗികമല്ലാത്ത കാര്യമാണിതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നേക്കും വായിക്കപ്പെടുന്ന ഗ്രന്ഥത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ടുവന്ന് വെച്ചത്? പകരം വ്യക്തിക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ വക പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവുമായിരുന്നോ? ഈ വക വല്ല പ്രശ്നമുണ്ടോ ഇവിടെ ഉണ്ടാവോ? ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ എന്തിനാ പറഞ്ഞു വെച്ചെന്ന് ഇവർ പറയണം. ഓതി പുണ്യം കിട്ടാനാണെങ്കിൽ അത് പറയണം. അതല്ല ഇത് ആവർത്തിക്കപ്പെടേണ്ടതാണെങ്കിൽ അത് പറയണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ ഈ പ്രായോഗികമല്ലാത്ത ലോകത്ത് നടക്കേണ്ട കാര്യമാണ് ഇപ്പൊ ഈ പറഞ്ഞത്. നടക്കാൻ സാധ്യതയില്ലാത്ത സ്വപ്നം മാത്രമായ പാഴ്വേലയായ ഒരു ലോകത്ത് നടക്കേണ്ട കാര്യമാണല്ലോ ഈ വ്യഭിചരിച്ച പെണ്ണിനടിക്കലും കട്ട കൈവെട്ടലും ഒക്കെ. സക്കാത്തിന്റെ ഉദ്യോഗസ്ഥന്മാരെന്നൊക്കെ പറഞ്ഞ് നടക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് അള്ളാഹ് വേദഗ്രന്ഥത്തിൽ പറഞ്ഞു വയ്ക്കുക. നിങ്ങളൊന്ന് ആലോചിച്ചു. ഇതൊക്കെ പറഞ്ഞു വെച്ച നേരം കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നടക്കാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ച നേരം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എന്നെന്നും പ്രായോഗികമായ ഒരു കൊല്ലത്തിൽ 30 ദിവസം നമ്മൾ നിർവഹിക്കുന്ന തറാവീഹിനെ കുറിച്ച് പറഞ്ഞാൽ പോരായിരുന്നോ? തറാവീഹിന്റെ റക്അത്തിനെ കുറിച്ച് എക്സ്പ്ലിസിറ്റ് ആയിട്ടൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? കുനൂത്തില് സുബഹിക്ക് കുനൂത്തുണ്ടോ ഒന്ന് പറഞ്ഞു വെക്കാമായിരുന്നില്ലേ? ഇതൊക്കെ പറഞ്ഞു. ഈ നടക്കാത്ത കാര്യം പറഞ്ഞ നേരം കൊണ്ട് ഈ നടക്കണ കാര്യം പറഞ്ഞുകൂടായിരുന്നു അള്ളാഹ്ക്ക്?
അല്ല, നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടതില്ലേ ന്യായമായിട്ടും? ഇവർ ഈ പറയുന്ന അനുസരിച്ചിട്ട് പുസ്തകത്തിൽ നിന്ന് വെട്ടിമാറ്റേണ്ട കാര്യവും നടക്കാത്ത കാര്യവും പ്രായോഗികമായ കാര്യവുമാണ് എങ്കിൽ ആ പ്രായോഗികമായ കാര്യം പറഞ്ഞ പോലെ അള്ളാഹുവിന് ഇന്നിപ്പോൾ സമുദായം കടിപിടി കൂടണമെന്തിനാ? തറാവീൻ്റെ റക്അത്ത് എത്രയാണ്? അത് വീട്ടിൽ തന്നെയാണോ നിസ്കരിക്കേണ്ടത്, പള്ളിയിൽ തന്നെ നിസ്കരിക്കണോ എന്നൊക്കെയുള്ള ആകെ കശപിശൻ കലവിലാണല്ലോ. അതിന് പകരം ഇത് പറഞ്ഞ പോരായിരുന്നോ? ഇനി നമ്മുടെ ചിന്തയിലേക്ക് വേണ്ടി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. ഞാൻ കഴിഞ്ഞ 2-3 ഖുത്ബകൾ നിർവഹിച്ചിരുന്നു. ആ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞു നമസ്കാരം ഇസ്ലാമിലെ അതിപ്രധാനമായ ആരാധനാ കർമ്മമാണ് എന്നാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു എക്സ്ക്യൂസും ഇല്ലാത്തൊരു കാര്യമാണ്. ഇളവുകളല്ലാതെ ഒഴിവാക്കാനുള്ള ഒരു സംഗതിയുമില്ല, അല്ലെങ്കിൽ ബുദ്ധിഭ്രമം സംഭവിക്കണം. അതുപോലെ തന്നെ ഇളവുകൾ നൽകി യുദ്ധഘട്ടത്തിൽ പോലും നിർവഹിക്കേണ്ട ഒരു ആരാധന, നാളെ പരലോകത്ത് നിർവഹിച്ചില്ലെങ്കിൽ നരകം ലഭിക്കുന്ന ഒരു ആരാധന, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ നിർവഹിക്കേണ്ട ഒരു ആരാധന, നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി അവന്റെ ആരാധനാ കർമ്മങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് നമസ്കാരം. ഇങ്ങനെയുള്ള നമസ്കാരത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അതിന്റെ റക്അത്തുകൾ എത്രയാണെന്നോ, സുജൂദിൽ എന്താണ് പറയേണ്ടതെന്നോ, റുക്കോയിൽ എന്താണ് പറയേണ്ടതെന്നോ, ആദ്യം വജ്ജഹത്താണ് ഓതേണ്ടതെന്നോ, രണ്ടാമത് ഫാത്തിഹയാണ് ഓതേണ്ടതെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നും ഖുർആനിൽ പറഞ്ഞിട്ടില്ല. ഇതെല്ലാം പ്രവാചകന്റെ ചര്യയിൽ നിന്നാണ് നമ്മൾ സ്വീകരിക്കുന്നത്. സുബഹി 2 റക്അത്ത്, ഇശ ളുഹർ 4 റക്അത്ത്, പിന്നെ അസർ 4 റക്അത്ത്, മഗ്രിബ് 3 റക്അത്ത്, ഇശ 4 റക്അത്ത്. ഖുർആനിൽ ഒരിടത്തുമില്ല. അത് ഒരിടത്തുമില്ല. എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്ന് ഖുർആനിൽ ഒരിടത്തുമില്ല. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഖുർആനിൽ ഒരിടത്തുമില്ലാതെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മനുഷ്യൻ ജനിച്ച് പ്രായപൂർത്തിയായ നാൾ മുതൽ അവസാനം വരെ നിർവഹിക്കേണ്ട ആരാധനകളുടെ ഒരു വിശദാംശവും പറയാത്ത പടച്ച തമ്പുരാൻ ഇവർ ഈ പറയുന്ന പോലെ ഒട്ടും പ്രായോഗികമല്ലാത്ത സ്വപ്നം മാത്രമായ പാഴ്വേലയായ ഒരു സാമൂഹ്യ ക്രമത്തിൽ നടക്കേണ്ട കാര്യം പറഞ്ഞു വെച്ചെന്നോ? അല്ല, നമ്മളൊക്കെ അല്പം ഊണിഴിക്കുന്ന ആളുകളല്ലേ, ചോറ് തിന്നുന്ന ആളുകളല്ലേ. എന്തിനാണ് ഇത് പറഞ്ഞു വെച്ചത്? ആ നേരം കൊണ്ട് എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് എന്ന് അള്ളാഹുവിനൊന്ന് പറഞ്ഞു വെച്ചൂടായിരുന്നോ? എങ്ങനെയാണ് നമസ്കരിക്കേണ്ടതെന്ന് പറഞ്ഞു വെച്ചൂടായിരുന്നോ? എത്ര വഖത്താണ് നമസ്കരിക്കേണ്ടത്, എത്ര റക്അത്താണ് നമസ്കരിക്കേണ്ടത് ഇന്നൊക്കെ ഒന്ന് പറയാമായിരുന്നില്ലേ? അതിനർത്ഥം എന്താണ്? ഇതിനർത്ഥം എന്താണെന്നറിയാമോ? അള്ളാഹുവിന് യാതൊരു ദീർഘവീക്ഷണവും ഇല്ല. മഅദല്ലാ, അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹ്ക്ക് യാതൊരു ദീർഘവീക്ഷണവും ഇല്ല. കാരണം എന്നും പ്രായോഗികമായി അവന്റെ അവസാനം വരെ നിർവഹിക്കേണ്ട ആരാധനാ കർമ്മത്തെക്കുറിച്ച് ഒന്നുമില്ല. നടക്കാത്ത പ്രായോഗികമായ കാര്യത്തിൽ നടപ്പാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹ് പറയുക. ഏത് കട്ടവന്റെ കൈവട്ടം നടക്കൂലല്ലോ. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയൊന്നുമല്ല. ഇവരീ പറയുന്ന പോലെ ഒന്നുമല്ല കാര്യം. അള്ളാഹു അതിനകത്തത് ചേർത്ത് വെച്ചതിന് ഒരുപാട് യുക്തിയും ലോജിക്കും ഒരുപാട് റീസണിങ്ങും ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവരവതരിപ്പിക്കുന്നതും ഇവർ പറയുന്നതിൻ്റെയും പിന്നാലെ നമ്മൾ പോയാൽ നമ്മൾ ആകെ അവതാളത്തിലായിരിക്കും ചെന്ന് ചാടുക. നമ്മൾ ഈ മുടിയുടെ പുറകിലും അതുപോലെ തന്നെ ഈ നിസാര കാര്യങ്ങളുടെ പുറകിലൊക്കെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് യഥാർത്ഥ പ്രവാചകനെയും യഥാർത്ഥ ഇസ്ലാമിനെയും മനസ്സിലാവാതെ പോകുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഖുർആൻ പരിചയപ്പെടുത്തിയ ഒരു പ്രവാചകനുണ്ട്. ആ പ്രവാചകനെ നമ്മൾ തിരിച്ചറിയണം. അപ്പോഴാ പ്രവാചകനെ നമുക്ക് തിരിച്ചറിഞ്ഞു എന്ന് പറയാൻ കഴിയുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചതമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ ആരോഗ്യപരമായി ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.